കോവിഡ് കാലത്ത് എല്ലാ വീടുകളിലും അന്വേഷിച്ചു വന്ന് അന്ന് ആരും പുറത്തിറങ്ങാത്ത സമയമാണ്. പേടിയ പലർക്ക് പുറത്തിറങ്ങാൻ. വീടുകളിലും ഫ്ലാറ്റുകളിലും അതുപോലെ തോടും ഒക്കെ കടന്ന് റെയിലും ഒക്കെ ക്രോസ് ചെയ്താണ് അവരെല്ലാ വീടുകളിലും പോയി മരുന്ന് എത്തിച്ചു കൊടുത്തു, ഭക്ഷണം എത്തിച്ചു കൊടുത്തു, ആശുപത്രിയിൽക്കുള്ള സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ ആശാ വർക്കർമാരുടെ ഒരു സാമൂഹ്യ സേവനത്തിന്റെ ഫലമായിട്ട് കൂടെയാണ് പിണറായി ഗവൺമെന്റ് തുടർഭരണം കിട്ടിയതെന്ന യാഥാർത്ഥ്യം പോലും ഈ കമ്മ്യൂണിസ്റ്റുകാർ നോക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. കേരളത്തിൽ ഇന്ന് ആശാ വർക്കർമാരുടെ സമരം ഒരു ജനകീയ പ്രശ്നമായി ഇന്ന് മാറിയിരിക്കുക. ജനങ്ങൾ മനസ്സുകൊണ്ട് ഏറ്റെടുത്തൊരു സമരമായി ഇത് മാറിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രത്യേക സ്കീം പ്രകാരമാണ് ആശാ വർക്കേഴ്സ് ഉണ്ടാക്കപ്പെട്ടത്. അക്രഡിറ്റഡ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് അവരെ പറയുന്നത്. അവര് ഇന്ത്യ ഒട്ടാകെ ഉള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും അത് പ്രവർത്തിക്കുന്നത്. അവരുടെ ദിവസത്തെ വേതനം കേട്ടാൽ നമ്മൾ ഞെട്ടും. 220 രൂപയാണ് ഔദ്യോഗികമായി അവരുടെ വേതനം. അത് 6000-7000 പിന്നീട് മറ്റു ചില അലവൻസായി അവർക്ക് ഒരു 10,000 രൂപയിൽ കൂടുതൽ കിട്ടുന്ന ആരുമില്ല. പക്ഷെ അവർ ചെയ്യുന്ന ജോലിയോ സത്യം പറഞ്ഞാൽ ഈ പിണറായി ഗവൺമെന്റിന്റെ തുടർഭരണത്തിന് ഒരു കാരണക്കാരും അവരായിരുന്നു. അവരുടെ സേവനമായിരുന്നു. കോവിഡ് കാലത്ത് എല്ലാ വീടുകളിലും അന്വേഷിച്ചു വന്ന് അന്ന് ആരും പുറത്തിറങ്ങാത്ത സമയമാണ്. പേടിയ പലർക്ക് പുറത്തിറങ്ങാൻ. വീടുകളിലും ഫ്ലാറ്റുകളിലും അതുപോലെ തോടും ഒക്കെ കടന്ന് റെയിലും ഒക്കെ ക്രോസ് ചെയ്താണ് അവരെല്ലാ വീടുകളിലും പോയി മരുന്ന് എത്തിച്ചു കൊടുത്തു, ഭക്ഷണം എത്തിച്ചു കൊടുത്തു, ആശുപത്രിയിൽക്കുള്ള സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ ആശാ വർക്കർമാരുടെ ഒരു സാമൂഹ്യ സേവനത്തിന്റെ ഫലമായിട്ട് കൂടെയാണ് പിണറായി ഗവൺമെന്റ് തുടർഭരണം കിട്ടിയതെന്ന യാഥാർത്ഥ്യം പോലും ഈ കമ്മ്യൂണിസ്റ്റുകാർ നോക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇന്ന് അവർക്കെതിരായി കേസെടുക്കുന്നു. ഇത്രയും ദിവസം അനങ്ങാത്തവരാണ്. ഇന്നലെ എറണാകുളം ബോജട്ടിയിലെ റോഡ് അടച്ചാണ് ടി പി രാമകൃഷ്ണൻ കൺവീനറോടാണ് പ്രസംഗിച്ചത്. റോഡ് ബ്ലോക്കായിരുന്നു. എനിക്കറിയില്ല കേസെടുത്തോന്ന്. കണ്ണൂരിൽ ഹൈക്കോടതി അവരെ വെല്ലുവിളിച്ചാണ് പണ്ട് ശുംഭനെന്ന് വിളിച്ച് ജയിലിനകത്ത് പോയ എം വി ജയരാജൻ കൂട്ടിനോട് നടത്തിയത്. റോഡ് കൂടെ കെട്ടിടക്കുകയായിരുന്നു. അപ്പൊ നാട്ടിലുള്ള നിയമ സംവിധാനത്തെയും കോടതി വിധികളെയും പരസ്യമായി എതിർക്കുകയും അതിനെതിരെ കേസെടുക്കാതിരിക്കുകയും ചെയ്യുന്ന പോലീസ് ഇപ്പോൾ പാവപ്പെട്ട ആശാ വർക്കേഴ്സിനെതിരായും അവിടെ അവർക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചെത്തിയ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി കേസ് തുടങ്ങിയിരിക്കുക. ഇത് അധികാരം കൊണ്ടുപോകാൻ ഗവൺമെന്റ് കഴിയില്ല. ഗവൺമെന്റ് ഈ പാവപ്പെട്ട വനിതകൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് മുട്ടയിലിടേണ്ടി ഒരു സംശയക്കാരില്ല. ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ ഈയിടെ ടെലിവിഷനിൽ ആശാ വർക്കറുടെ ഒരു ഇന്റർവ്യൂ കാണുകയുണ്ടായി. അവര് ഹെൽത്ത് മന്ത്രി വീണ ജോർജിനെ കാണുമെന്ന് പറഞ്ഞ് വിളിച്ചു. മന്ത്രി ഫോൺ എടുക്കില്ലല്ലോ. PR ഫോൺ എടുത്ത് പറഞ്ഞു വീട്ടിലൊന്ന് നോക്കാൻ പറഞ്ഞു. കാലത്തേത് പറഞ്ഞു ഞങ്ങൾ വീട്ടിലാരെയും കാണില്ല. MLA ക്വാർട്ടേഴ്സ് എവിടത്തെല്ലാം പറഞ്ഞു. അസംബ്ലിയുടെ അവിടെ ചെന്ന് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് സാക്ഷാൽ വീണ ജോർജ് പ്രത്യക്ഷപ്പെട്ടത്. ആ സ്ത്രീ പറയായിരുന്നു ഞങ്ങൾക്ക് വേറെ അനുഭവമുണ്ട്. ഇതിന് മുമ്പുള്ള ഗവൺമെന്റ് ഉള്ളപ്പോൾ 3:30 വെളുപ്പിനും 3:30 മണിക്ക് ഉമ്മൻചാണ്ടിയെ വിളിച്ചുകൊണ്ടിരുത്തി അവർ വീട്ടിൽ അദ്ദേഹത്തെ കണ്ടുവന്നാണ്. അതാണ് ഡിഫറൻസ്. അപ്പൊ കേരളത്തിൽ മന്ത്രിമാരെ കാണാൻ പോലും അവസരം നിഷേധിക്കുന്ന ജനവിരുദ്ധ ഗവൺമെന്റായി ഇവർ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗമാണ്. സ്ത്രീകളാണ്. എത്ര വിധവകൾ അതിനകത്തുണ്ട്. ഒരു നിവൃത്തിയില്ലാതെ ആണ് ഇവര് ജോലിക്ക് പോകുന്നത്. അല്ലെ ആരെങ്കിലും പോകുക പണിക്ക് ജീവിക്കാൻ പറ്റിയ മാർഗമില്ല. പക്ഷെ കുറെ പേര് സേവനം നിലയ്ക്കാലും വർക്ക് ചെയ്യുന്നതിനെന്ന് പറയുന്നില്ല. അപ്പൊ അങ്ങനെ കേരളത്തിലെ സാമൂഹ്യ രംഗത്ത് വലിയതായ സേവനം കൊടുക്കുന്ന ഈ ആശാ വർക്കർമാരുടെ സമരം 1 മണിക്കൂർ നിൽക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം? 2 മാസത്തെ ശമ്പളം കൊടുത്തില്ലാതെ ഇപ്പൊ നമ്മുടെ കൗൺസിലറോട് പറയായിരുന്നു. അവർക്ക് ജീവിക്കണ്ടേ? മാത്രമല്ല സ്കൂള് കൂട്ടുന്ന സമയമാണ്.
എന്തെങ്കിലും നീക്കി വെച്ചാലേ കുട്ടികൾക്ക് വല്ല വാങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ യാതൊരുവിധ സഹായങ്ങളും നൽകാതെ 2 മാസത്തെ കൊടുക്കേണ്ട ശമ്പളം പോലും കൊടുക്കാതെ അവരെ ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പമൊന്നും അവർ സമരം എന്ത് ചെയ്യണം? അവര് ഈ സമരം എന്ന മുദ്രാവാക്യം കേരളത്തിൽ ഉണ്ടാക്കിയതാരാ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും പറയുമല്ലോ, പുന്നപ്രയും വയലാരും കയ്യൂരും കരിവള്ളൂരും കർഷക സമരങ്ങളിലൂടെ, കർഷക തൊഴിലാളി സമരങ്ങളിലൂടെ മുന്നോട്ട് വന്ന പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അടിസ്ഥാന വർഗമായ ആശാ വർക്കർമാരുടെ സമരത്തോട് കാണിക്കുന്ന ഈ നീതികേട് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഞാൻ മഹിളാ കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ്, നിങ്ങൾ ഇത് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളം ഒട്ടാകെ ഇതുപോലെ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തുകയാണ്. തീർച്ചയായിട്ടും ഈ നിങ്ങൾ നടത്തുന്ന ഈ ഒരു വലിയ കാര്യം അവർക്ക് ഒരു എന്താ പറയുക, ഒരു ധാർമ്മികമായി ലഭിക്കുന്ന ഒരു പിന്തുണയാണ്. ഈ ധാർമ്മിക പിന്തുണ കേരളം ഒട്ടാകെ ആശാവർക്കർമാർ കിട്ടുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ എത്തിയ എല്ലാ മഹിളാ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.